അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ താസുആ രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. മുഹറം 9 രാവ്. വലിയ പ്രത്യേകതയുണ്ട് ഈ രാവിനൊക്കെ. പ്രത്യേകിച്ച് മുഹറം 10 അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ നടന്ന ഒരു രാവിനോട് ചേർന്ന് നിൽക്കുന്ന അത്രമേൽ വലിയ മഹത്വമുള്ള സമയമാണ്. അപ്പോൾ നമ്മളൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലരും പല സങ്കടങ്ങളിലാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവർ, മരണപ്പെട്ട മാതാപിതാക്കളുടെ ആണ്ട് ദിവസമാണ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ, അങ്ങനെ ഒരുപാട് ജീവിതത്തിലെ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞൊക്കെ സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, മക്കളില്ലാതെ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങേണ്ടി വന്നവർ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ രാത്രി ഇൻഷാ അല്ലാഹ് നമുക്കൊരു മുതൽക്കൂട്ടാക്കിയെടുക്കണം. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന അതിമനോഹരമായ ഒരു സദസ്സാക്കി നമുക്കിതിനെ മാറ്റണം. നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ ഈ അരമണിക്കൂർ സമയം നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ തട്ടിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കിക്കേ. അള്ളാഹു നമ്മളെ കൈവിടൂല, അവൻ ചേർത്ത് പിടിക്കും. കാരണം നമ്മൾ ചൊല്ലുന്ന അദ്കാറുകൾ മുഴുവനും അവൻ്റെ അമ്പിയാക്കളെ അവൻ ചേർത്ത് പിടിക്കാൻ മാത്രം കാരണമായിട്ടുള്ള ദിക്റാണ്. അപ്പം എത്ര വലിയ സ്ഥാനമായിരിക്കും അതിന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച സൂറത്തുൽ ഫീൽ ഇല്ലേ, എത്ര വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഈ അലം തറ കൈഫ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കാവലാണെന്നാണ്. ഭൂമി കുലുക്കത്തിൽ നിന്നും കോലം മറിക്കുന്നതിൽ നിന്ന് പോലും അവർ രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ മഹത്വമാണ് ഈ അലം തറ കൈഫ സൂറത്തിനുള്ളത്. അള്ളാഹുവിൻ്റെ കഅബാലയം പൊളിക്കാൻ വന്ന ആനപ്പടയെ ചെറിയ ഒരു കിളിയെ കൊണ്ട് തകർത്ത് കളഞ്ഞ, നശിപ്പിച്ച് കളഞ്ഞ അതിമനോഹരമായ സംഭവം പറയുന്ന സൂറത്തുൽ ഫീൽ ഒരു 11 തവണ നമുക്ക് നോദാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول.
مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول صدق الله العظيم അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ മനോഹരമായ ചില ദിക്റുകൾ ചൊല്ലണം, അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, കുറച്ച് സ്വലാത്ത് ചൊല്ലണം, മനസ്സറിഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ രാത്രി ആശൂറയിൻ്റെ മജ്ലിസ് നടക്കണം. ആശൂറ ദിവസം നമ്മൾ ചൊല്ലേണ്ട, ആശൂറയിൻ്റെ രാവിലെ നമ്മൾ ചൊല്ലേണ്ട അതിമനോഹരമായ ദിക്റുകൾ ഉൾക്കൊള്ളിച്ച് നമ്മളൊരു മജ്ലിസ് നടത്താൻ എല്ലാവരും പങ്കെടുക്കണം. എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് 5000 രൂപയുടെ സമ്മാനം നൽകുന്ന മജ്ലിസ് ഇൻഷാ അല്ലാഹ് ആശൂറയിൻ്റെ ദിവസം അസുർ കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് അറിയിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവോട് പൊട്ടിക്കരയുന്നൊരു മനോഹര നിമിഷം ഉണ്ടല്ലോ, അള്ളാഹു അത് സ്വീകരിക്കും, ഉറപ്പ് തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവോട് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്യണം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് രക്ഷയുടെ ദിക്ർ ചൊല്ലണം, രക്ഷയുടെ ദുആ ചൊല്ലണം, അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, സൂറത്ത് തൗബയിലെ 2 ആയത്ത് ഓതണം. ഇതൊക്കെ ഓതിയിട്ട് മനസ്സറിഞ്ഞ് ഈ താസുആഇൻ്റെ രാവിലെ നമുക്ക് അല്ലാഹുവോട് കൈ ഉയർത്തണം. താസുആഇൻ്റെ പകലിലും നമുക്ക് അല്ലാഹുവോട് കൈ ഉയർത്തണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله يا ربنا മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആഴക്കടലിനകത്ത് നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷിച്ച അല്ലാഹ് ഈ ദിക്ർ ചൊല്ലുന്ന ഓരോരുത്തരുടെയും കൽബിൽ എത്രയോ സങ്കടങ്ങളുണ്ട് നാഥാ എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ് എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ റഹ്മാനേ അസ്മാഉൽ ഹുസ്ന എന്ന് ചൊല്ലണം അല്ലേ ഹബീബായ തങ്ങൾ പറയുന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും അസ്മാഉൽ ഹുസ്നയോട് ചോദിച്ചോ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ ചോദിക്കണേ അല്ലാഹു തരുമെന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയുകയാ അത്ര അത്ഭുതകരമാണ് അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ അതിവൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ മനോഹരമായ 99 നാമങ്ങൾ കൽബറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി നമുക്കൊന്ന് ചൊല്ലാം يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله
يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ. പടച്ചവനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ അസ്മാവുകൾ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനേ, നിന്നിലാണ് അഭയമല്ലാ. ഒരുപാട് വേദനകൾ ഞങ്ങളുടെ കൽബിലുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ വേദനയും നീ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇന്ന് അലം തറ കൈഫ സൂറത്ത് ഓതി, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത ദിക്ർ, അതുപോലെ നജാത്തിൻ്റെ രക്ഷയുടെ ദുആ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, അതുപോലെ ലഖദ് ജാഅക്കും എന്ന ആയത്ത് ഓതി, സ്വലാത്ത് ചൊല്ലി, എല്ലാം യാ റബ്ബന നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാ, നീ തഴഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല റബ്ബേ, നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. നമ്മൾ ഓതിയതെല്ലാം എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ പ്രയാസങ്ങൾ സഹിക്കുന്ന ആ ഉസ്താദിന് ഒരു വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അൽഹംദുലില്ലാ പലരും സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ. അൽഹംദുലില്ലാ പലരും സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കാൻ നിയ്യത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് ദുആക്കുത്തരമുള്ള ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും ഒക്കെ ഹദിയ ചെയ്യാൻ നിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. സഹായിച്ച എല്ലാവരുടെയും പ്രയാസങ്ങൾ യാ റബ്ബന നീ അകറ്റി കൊടുക്കണേ തമ്പുരാനെ, എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ സദസ്സൊരു പരിഹാരാക്കണേ അല്ലാ. ഇതുപോലെയല്ല ഇതിനേക്കാളേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഈ റസാ വ്ളോഗ്സ് കുടുംബത്തിലൂടെ ചേർത്ത് പിടിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയണോട്ടോ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റഹ്മാനായ റഹീമായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. വേദനകളേറെയുണ്ട് അല്ലാഹ്, ഖൽബകം വിങ്ങുകയാണ് അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്കാരുമില്ല അല്ലാഹ്, നീ ഞങ്ങളുടെ ഉടമയാണല്ലോ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്, റബ്ബായ അല്ലാഹ്, നീ ഞങ്ങളെ കൈവെടിയല്ലേ റഹ്മാനെ. ഈ പുണ്യമായ രാത്രിയിൽ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇരുന്നതാണല്ലാ. എത്രയോ ദിക്റുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. കുറവാണെങ്കിലും ഞങ്ങളുടെ ഇഖ്ലാസിൽ ന്യൂനതകൾ ഉണ്ടെങ്കിലും പടച്ചവനെ നിന്റെ കാരുണ്യം എത്ര വലുതാണല്ലാ. നിന്റെ കരുണ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കരുണ നൽകണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കല്ലേ
അല്ലാ. സമാധാനമില്ല റബ്ബേ, പലർക്കും സ്വസ്ഥതയില്ല അല്ലാ. എല്ലാവർക്കും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ സമാധാനം നൽകണേ അല്ലാ. സമാധാനമുള്ള ഖൽബ് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. കുടുംബ പ്രശ്നങ്ങൾ ഓർത്ത്, മക്കളെ കുറിച്ചോർത്ത്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ചോർത്ത് ടെൻഷൻ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാ. അവരുടെ കണ്ണീർ തുടക്കണേ അല്ലാ. കൽബകം ക്ലീനാക്കണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. കുടുംബത്തിൽ എത്രയോ ബുദ്ധിമുട്ടുകളാണ്. ഇണകളെ കുറിച്ചോർത്തുള്ള സങ്കടങ്ങളുണ്ട്. യാ റബ്ബനാ, എല്ലാ സങ്കടങ്ങളും നീ അകറ്റി റാഹത്തായ കുടുംബ ജീവിതം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. എല്ലാത്തിലുമുപരി മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് യാ റബ്ബനാ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഉപ്പാനെ ചേർത്ത് പിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സലാം പറഞ്ഞ് ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ. പടച്ചവനെ, നിന്റെ ഹബീബായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. നുസ്റ നൽകണേ അല്ലാ. നളറ നൽകണേ അല്ലാ. അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാ. ഹബീബിനെ പ്രണയിക്കാൻ, ഹബീബാൽ സ്നേഹിക്കപ്പെടാൻ ഈ പാവങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും സൗഭാഗ്യം നൽകണേ അല്ലാ. കനവിലെങ്കിലും എൻ്റെ മുത്തിനെയൊന്ന് കാണാൻ, കനവിലെങ്കിലും എൻ്റെ മുത്തിനെയൊന്ന് കാണാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഖൽബ് മുഴുവൻ ഹറാമുകളുടെ കൂമ്പാരമാ മുത്തായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഖൽബ് നന്നാക്കണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഖൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാ. പലിശയുമായി ബന്ധപ്പെടേണ്ട അവസ്ഥകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കണ ഒരു ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഹദിയ ചെയ്ത എത്രയെത്ര മനുഷ്യരാണ് റബ്ബേ. അവർ കയ്യിലുണ്ടായിട്ടല്ല പലരും തന്നിട്ടുള്ളത്. അവരുടെ കയ്യിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരു നേരത്തന്നത്തിന് വകയില്ലാച്ചവരാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, മക്കളില്ലാതെ പൊട്ടിക്കരഞ്ഞ് തളർന്നു പോയ എത്രയോ സഹോദരങ്ങൾ പല വാതിലുകൾ മുട്ടിയവരാ. അവസാനം ഈ ദുആഇന്റെ സദസ്സിൽ വന്നൊന്ന് കൈനീട്ടുകയാ നിന്നോട്. യാ റബ്ബനാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പല പ്രശ്നങ്ങളാണ് ഉസ്താദെ സ്കാനിങ്ങിൽ കണ്ടത്. സുഖപ്രസവത്തിന് സ്കോപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ റബ്ബനാ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് സുഖപ്രസവം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് അല്ലാ സിസേറിയൻ ഉറപ്പായവരുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. എത്ര രോഗികളാണ് റബ്ബേ. ഓരോ ദിവസവും പുതിയ രോഗങ്ങൾ എന്നോണം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പനി ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശരീരം മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞവർ, ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആമവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പടച്ചവനെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരികമായി പല പ്രയാസങ്ങൾ, പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ,
മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം നീ പടച്ചതാണല്ലോ അല്ലാ, നീ പടച്ചതാണല്ലോ അല്ലാ, നീ പടച്ചതാണല്ലോ അല്ലാ. ശിഫയാക്കാൻ നീയല്ലാതെ മറ്റാരാണ് അല്ലാ? ഷാഫിയായ റബ്ബേ, ആജിലും കാമിലുമായ ശമനം നൽകണേ അല്ലാ. തളർന്നു കിടക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ മാറി നിൽക്കുന്ന അവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഈമാനിന് ബലം കുറവാണല്ലാ, ഈമാൻ ഇസ്തിഖാമ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനേ, നിന്നെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു അല്ലാ. ന്യൂനതകളേറെയുണ്ടെങ്കിലും പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. വീടില്ലാതെ ഓടി നടക്കുന്നവരുണ്ട്, ഹൈറായൊരു ഭവനം എളുപ്പമാക്കണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. കടം കയറി ഉസ്താദേ സമാധാനമില്ലെന്ന് പറഞ്ഞവർ, യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. യാ റബ്ബനാ, മരിക്കുന്നതിന് മുൻപ് കഅബം കാണാൻ ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങളുടെ റൗളയുടെ ചാരച്ചെന്ന് നിന്നിട്ട് ഖൽബ് വിതുമ്പി എൻ്റെ ഹബീബിന് സലാം പറയാൻ, മുത്തായ തങ്ങളെ കാണാൻ അവിടുത്തെ ചാര അതവോടെ നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദി യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ വിളിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ് അല്ലാ. അല്ലാ, ആരംഭപ്പൂവായ തങ്ങളുടെ നളറ കബറിൽ നൽകണേ അല്ലാ, കബറിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത ഞങ്ങള് മഹ്ശറിൽ ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോ വിയർത്ത് മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ ഞങ്ങളെ പ്രസവിച്ച പൊന്നുമ്മാക്ക് പോലും ഞങ്ങളെ വേണ്ടാത്തൊരു നിമിഷമുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവള് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നിമിഷം, മക്കളോട് കാരുണ്യം കാണിക്കപ്പെടാത്തൊരു നിമിഷം. പടച്ചവനെ, ഞങ്ങളോട് കാരുണ്യമുള്ളൊരു നേതാവുണ്ട്, ജീവന്റെ തുടിപ്പായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിളിയുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് ഞാനുണ്ട്, കരയല്ലേ 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 എന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ ആ പൂവദനമൊന്നിങ്ങനെ നോക്കിയിരിക്കാൻ, ഹബീബിന്റെ മുഖമൊന്ന് കൺകുളിർക്കെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. ഹബീബിന്റെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകച്ചൊരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.